ഹലോ ഗ്യാസ് വാട്സാപ്പ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് വെച്ചെങ്കിൽ ഒരു റൗണ്ട് ട്രിപ്പ് അടിക്കുക ആയിരിച്ചു. നോമ്പല്ലല്ലോ, ടൈം കളയുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ വിരാജ്പേട്ട മാക്കൂട്ടഞ്ചുരം വഴി വിരാജ്പേട്ട വിളിച്ചു. അങ്ങനെ വിരാജ്പേട്ട സുബൈക്കെത്തി. ഒരു 3 മണിക്കും ഇറങ്ങി. അങ്ങനെ അവിടുന്ന് സുബൈസ്കരിച്ചിട്ട് അവിടെ തന്നെ നിയറസ്റ്റ് ഒരു 3 കിലോമീറ്റർ അവയാണ് വിരാജ്പേട്ട സിറ്റി വ്യൂ പോയിൻറ്റ്, അതായത് സൺറൈസ് പോയിൻറ്റ്. അവിടെ നല്ല സിറ്റി വ്യൂ പോയിൻറ്റിൽ പോയി ഒരു 6 മണി ആ ടൈം ആകുമ്പോൾ അവിടെ എത്തി. ഇതാ ഞങ്ങത്തെ സ്പോട്ട് കോടമഞ്ഞ് ഇറങ്ങി വരുന്നുണ്ടോ, അത് അപ്പുറം നേരെ സ്ട്രെയിറ്റ് കാണുന്ന സിറ്റിക്കപ്പുറമില്ല നമ്മളെ പശ്ചിമഘട്ടമല നേരെ വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയുന്നില്ല, അതാ സംഭവം. അപ്പോൾ ആ റൈറ്റ് സൈഡിൽ കൂടി ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിൽ കൂടി ഇങ്ങനെ ഫോഗ് ഇങ്ങനെ ഒഴുകി വരുന്നതാ സിറ്റിയിലേക്ക്. അതിപ്പോൾ ഏകദേശം ഒരു മണിക്കൂറിനുള്ളിൽ സിറ്റി മൊത്തത്തിൽ മൂടും. അപ്പോൾ അങ്ങനെ രാവിലെ ഒരു സൺറൈസ്, അതാ സൺ ഇങ്ങനെ റൈസ് ആയിക്കൊണ്ട് വരുന്നുണ്ട്. അതിൻ്റെ താഴെ ഒരു ക്ലൗഡ് ബെഡ് ഉണ്ട്. പക്ഷേ ഫോണിൽ എത്രത്തോളം ക്ലിയർ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ എന്നാലും കണ്ണിന് നല്ല കുളിർമ എന്ന സാധനം. പിന്നെ അങ്ങനെ മന്ദേക്ക് വെച്ചെങ്കിൽ വിരാജ്പേട്ടയോട് വിട പറഞ്ഞ് നേരെ അടുത്ത നമ്മൾ ഡെസ്റ്റിനേഷൻ എമ്മമ്മാട്. നോക്ക് ക്ലൈമറ്റ് നോക്ക് ഏതെന്ന്. നമ്മൾ റൈറ്റ് സൈഡ് കണ്ട ആ ഒരു സ്ഥലമില്ല വിരാജ്പേട്ട വ്യൂ പോയിന്റ്, ആ ഇതിൻ്റെ താഴെ കൂടിയുള്ള റോട്ടിൽ നമ്മൾ പോകുന്നത്. അപ്പോൾ അടുത്തേക്ക് ഇങ്ങനെ കോട വന്ന് മൂടി. ഇത് രാവിലെ ഒരു 7 മണി 7:15 ആ ഒരു ടൈമിലുള്ള ഒരു ഇതാണ്. അങ്ങനെ ഞാനും എൻ്റെ കസിൻ പോകാനാണ് ഇത് പ്ലാനായിരിക്കും. ഞാനിങ്ങനെ ഒരു ദിവസം രാത്രി മുമ്പ് നമുക്ക് റൗണ്ട് ട്രിപ്പ് അടിച്ച് വരാം. അങ്ങനെ നമ്മൾ പോയതാണ്. എന്തോ ഒരു അന്ന് പോയിട്ടില്ലെങ്കിൽ മിസ്സാട്ടേന് ഭ്രാന്തൻ, അതിർപ്പത്തിൽ കുതിർപ്പം. ഫോഗ് നോക്കി എന്ത് രസം. നമ്മളെ നാട്ടിൽ ചൂടെല്ലാം കൊള്ളുന്നുണ്ട്. ഇങ്ങനെ നമ്മളെ ചൂടെല്ലാം കൊണ്ട് നമ്മൾ പൂങ്ങുന്നൊരു ടൈമിൽ നമുക്ക് എന്താക്കാം ഒരു 1 ഡേ ട്രിപ്പ്, അതായത് രാത്രി പോയെങ്കിൽ പിറ്റേ ദിവസം വൈകുന്നേരം വരുന്നതാണ്. നമ്മൾ റൂമൊന്നും എടുത്തിട്ടൊന്നുമില്ല. പിന്നെ റമദാൻ മാസമായിട്ട് അധികം ഭക്ഷണം ഫുഡൊന്നും വേണ്ടല്ലോ, വണ്ടിയിൽ ഫ്യൂല് മാത്രം മതി. രാവിലത്തെ അത്രയും മാക്കൂട്ട ചുരത്തിൻ്റെ ബോർഡറിൽ നിന്ന് പിന്നെ വൈകുന്നേരം നോമ്പ് കുടിക്കുമ്പോൾ വീട്ടിൽ തിരിച്ചെത്തണം. അപ്പോൾ രാത്രി ഒന്നുകൊണ്ട് ഉറങ്ങാനില്ല, ഇതൊന്നും പ്രശ്നമൊന്നുമില്ല. കാരണം എരുമാട് പള്ളിക്ക് ഭയങ്കര ഉറങ്ങാം. അങ്ങനെ നമ്മൾ നേരെ ഇപ്പോൾ എരുമാടിക്കാൻ പോകുന്നത്. ഈ ക്ലൈമറ്റെല്ലാം കണ്ട് നേരെ ഇതിപ്പോൾ നാഗ്പൂർ ടൗണെല്ലാം കഴിഞ്ഞ് എരുമാട് ശേഷം എത്താനായി. ഒരു 5-6 കിലോമീറ്ററും കൂടിയല്ലേ എരുമാട്ടിലേക്ക്. അപ്പോൾ നോക്കി ക്ലൈമറ്റ് നോക്കി എന്ത് രസമല്ല, എന്തോ ഒരു ഭാഗം. പിന്നെ അതിൻ്റെ ഇടയിൽ നല്ല കാപ്പി പൂത്ത മുല്ലപ്പൂ ബാഗിൽ നിൽക്കുന്ന മണം, അത് വേറെ ലെവലിൽ മണം. അങ്ങനെ ഞാനെല്ലാം കുതിർപ്പാക്കുന്നുണ്ട്, തണുപ്പുണ്ട്, ഭ്രാന്ത ഞങ്ങൾക്ക്. അങ്ങനെ ഇപ്പോൾ നമ്മൾ നേരെ എരുമാട് പോയിട്ട് ഉണ്ടാക്കും. ആടുന്ന് കുറച്ച് ഉറങ്ങിയിട്ട് ലോറിയിൽ നിസ്കരിച്ച് കഴിഞ്ഞിട്ട് 2 മണിയാകുമ്പോൾ വിടും. നേരെ സുള്ളിയ വഴി തിരിച്ച് കണ്ണാടിക്കടവ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് നമ്മളെ കാഞ്ഞങ്ങാടനെ, ബോർഡറാണ്. സുള്ളിയത്തിന് വരുമ്പോൾ അങ്ങനത്തെ കൂടി തിരിച്ച് നാട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ.